ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. ഗസയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹം കണ്ടെത്താൻ ഈജിപ്തിന്റെ സഹായത്തോടെ തിരച്ചിൽ. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് തിരച്ചിലിനായി ഹമാസ് പ്രതിനിധികളെ പ്രവേശിപ്പിക്കും. മൃതദേഹങ്ങൾ ഉടൻ കൈമാറണമെന്ന് ഹമാസിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിൽ സമാധാനം നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര സൈനികർ ആഗ്രഹിക്കില്ലെന്ന ജോർദാൻ രാജാവ്. ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഗസയിൽ സമാധാനം നടപ്പിലാക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ രാജ്യങ്ങൾ അത് നിരസിക്കും. യുദ്ധാനന്തരം ഗസക്ക് സുരക്ഷ ഒരുക്കേണ്ടത് പ്രാദേശിക സേനയാണ്. അത് സമാധാന പാലനമാണെന്ന് ആഗ്രഹിക്കുന്നതെന്നും അബ്ദുള്ള രണ്ടാമൻ. ഇസ്രായേൽ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തി ലെബനനിലെ UN സമാധാന സേന. അതിർത്തി പട്ടണമായ കഫാർക്കിലേക്ക് സമീപമാണ് സംഭവം. ആക്രമണം ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ അല്ലെന്നും നിരീക്ഷണ ഡ്രോൺ ആയിരുന്നുവെന്നും ഇസ്രായേൽ വക്താവ്. ഒരു യുദ്ധവിമാനവും ഹെലികോപ്റ്ററും ദക്ഷിണ ചൈന കടലിൽ തകർന്നു വീണെന്ന് റിപ്പോർട്ട്. MH-60 RC ഹോക്കി എന്ന ഹെലികോപ്റ്ററാണ്. MH-60 ഹെലികോപ്റ്ററിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. തകർന്നു വീണ യുദ്ധവിമാനവും ഹെലികോപ്റ്ററും പറന്നുയർന്നത് US-ന്റെ വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സിൽ നിന്ന്. US ചൈന വ്യാപാര കരാറിന് രൂപരേഖയായി. തർക്ക വിഷയങ്ങളിൽ പ്രാഥമിക ധാരണയിലെത്തി. ആസിയാൻ ഉച്ചകോടിക്ക് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ കാണാൻ ഡൊണാൾഡ് ട്രംപ്. കൂടിക്കാഴ്ച സ്ഥിരീകരിക്കാതെ ചൈന. സുഡാനിലെ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷം. വടക്കൻ നഗരമായ എൽ ഫാഷർ പിടിച്ചെടുത്തെന്ന വിമത സംഘമായ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. സാധാരണക്കാർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞോ എന്ന് ആശങ്കയുണ്ടെന്നും UN. കരീബിയൻ രാജ്യങ്ങളിൽ ആശങ്ക പരത്തി മെലിസ ചുഴലിക്കാറ്റ്. ജമൈക്ക തീരത്തേക്ക് കാറ്റ് വീശിയേക്കുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ. ഹിസ്പാനിയോള ദ്വീപിൽ 4 പേർ മരിച്ചു. ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സൺ ഹുയിയെ കണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. റഷ്യയുടെ ഉന്നത നയതന്ത്രജ്ഞൻ സെർജി ലാവ്റോവും യോഗത്തിൽ പങ്കെടുത്തു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. യുക്രൈൻ യുദ്ധവും ചർച്ചയായെന്ന റിപ്പോർട്ട്. പുതിയ ആണവ മിസൈൽ പരീക്ഷിച്ച് റഷ്യ. 14,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രൂസെ വെസ്റ്റിനിക് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്. ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ആയുധമാണിതെന്ന് വ്ളാദിമിർ പുടിന്റെ അവകാശവാദം. സമാധാന കരാറിൽ ഒപ്പിട്ട് തായ്ലൻഡും കംബോഡിയയും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് കരാർ യാഥാർത്ഥ്യമായത്. കംബോഡിയ പ്രധാനമന്ത്രി ഹുങ് മാനറ്റും തായ്ലൻഡ് പ്രധാനമന്ത്രി അനുതിൻ ചാൻവിറോക്കോളുമാണ് കരാറിൽ ഒപ്പിട്ടത്. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആസിയാൻ ഉച്ചകോടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. US താരിഫുകളും ഉപരോധങ്ങളും പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളുടെയും സംഘങ്ങളെ ഉടൻ തീരുമാനിക്കാൻ ധാരണയായി.